ഞാൻ പറയാൻ പോണത് നമ്മുടെ റോസാപ്പൂക്കളെ കുറിച്ചിട്ടാണ് കേട്ടോ. റോസാപ്പൂ ആർക്കാലേ ഇഷ്ടമല്ലാത്തത്? എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് റോസ് കണ്ടാൽ നമ്മളൊന്ന് നിൽക്കും അല്ലേ, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കാൻ പറ്റുന്ന സ്ഥലത്താണ് നമ്മൾ വാങ്ങിക്കുകയും ചെയ്യും അല്ലേ. പ്രത്യേകിച്ചും ബഡഡ് റോസുകൾ വളരെ ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. നമ്മൾ സാധാരണ നാടൻ റോസ് കമ്പയർ ചെയ്യുമ്പം കുറച്ച് നല്ല ഭംഗി, ഒരുപാട് ഷെയ്ഡ്സ്, അതുപോലെ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് നമുക്ക് ബഡഡ് റോസിൽ കിട്ടും. അപ്പോൾ ഇത് കുറച്ചുകൂടി ടേക്ക് കെയറിൻ്റെ ആവശ്യമുണ്ട്. അത്യാവശ്യം നല്ല മെയിൻ്റനൻസ് ഉണ്ട്. നമ്മൾ വെറുതെ വാങ്ങി കൊണ്ടുവച്ചാൽ കുറച്ചൊരു മാസം 2 മാസം കഴിഞ്ഞാൽ കാണാം ചിലപ്പോൾ ഫുള്ള് ഇലകൾ മൊത്തം കൊഴിഞ്ഞു പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിറച്ചു ഈ തണ്ടുകളുടെ മേലേക്ക് ബ്ലാക്ക് കളർ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഗ്രാജുവലായിട്ട് ആ ചെടി മൊത്തം നശിച്ചു പോകുന്നത് കാണാറുണ്ട്. അപ്പം ഞാൻ ആദ്യത്തെ ഒരു വീഡിയോ ചെയ്തതിൽ നമ്മൾ മുട്ടുകൾ ഉണ്ടായിട്ട് പിന്നെ ആ മുട്ടുകൾ വിരിയാതെ ആവുന്ന പ്രശ്നം, അത് വളരെ സക്സസ് ആയി. അതുപോലെ തന്നെ ഒരുപാട് പേര് അത് ചെയ്തിട്ട് സക്സസ് ആയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് കമൻറ്റ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. നമുക്ക് അപ്പോഴാണ് നമുക്ക് ശരിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടുക. ഒരാൾ കമൻറ്റ് ചെയ്തു എൻ്റെതും നന്നായി എന്ന് പറഞ്ഞത്. അപ്പം അതുപോലെ തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ മഞ്ഞ കളറ് ഇങ്ങനെ വരുന്നത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം, ക്ലോസിൽ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇലകളിൽ മഞ്ഞ കളർ സാധാരണ നേരിടുന്ന പ്രശ്നങ്ങൾ. പിന്നെ അത് മഞ്ഞ കൂടി നമ്മൾ ശ്രദ്ധിക്കാതെ ആയാലും അത് പിന്നെ കൂടി അത് മൊത്തം നശിച്ചു പോകുന്നൊരു ഇതൊക്കെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും എങ്ങനെയാണ് അത് വരുന്നത്, നമ്മൾ എങ്ങനെയൊക്കെ അത് റെക്ടിഫൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ ചെടികൾ വാങ്ങിക്കുമ്പം നമ്മളിങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ വീട്ടിലെത്തി ഉടനെ തന്നെ നമ്മൾ റീപോർട്ട് ചെയ്യും. അതൊരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ക്ലൈമറ്റ് വേറെ തന്നെ ഒരു ക്ലൈമറ്റ് ആയി അല്ലേ. അപ്പോൾ അതായിട്ടൊന്ന് ശരിക്കും അഡ്ജസ്റ്റ് ആവണം. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടോ നമ്മൾ റീപോർട്ട് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും മുഴുവനായിട്ട് കാണുക കേട്ടോ. ആദ്യം തന്നെ നമ്മൾ റോസ് സെലക്ട് ചെയ്യുമ്പം നമ്മൾ മെയിനായിട്ട് അതിൻ്റെ പൂക്കളെ ഭംഗി അല്ലെങ്കിൽ വെറൈറ്റീസ് നോക്കിയിട്ടേക്കും മിക്കവാറും നമ്മൾ സെലക്ട് ചെയ്യുക. അതിനെക്കാട്ടും കൂടുതൽ നമ്മൾ നോക്കേണ്ടത് അതിന് ശാഖകളുണ്ടോ, അല്ലെങ്കിൽ ആ മെയിൻ സ്റ്റെമ്മില്ലേ, ആ മെയിൻ സ്റ്റെം ഗ്രീൻ ആണെന്ന് എന്തായാലും നോക്കണം കേട്ടോ. എന്താ വെച്ചാൽ ചിലപ്പോൾ ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് കളറൊക്കെ നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് എന്തായാലും നിങ്ങൾ ഓപ്റ്റ് ചെയ്യരുത് കേട്ടോ. അതിന് മിക്കവാറും നമ്മളെ വീട്ടിലൊക്കെ എത്തി 1-2 ദിവസം കഴിയുമ്പോഴത്തേക്കും തന്നെ മിക്കവാറും അത് കേടായി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന പാട് നമ്മൾ എന്തിനെ കൊണ്ടാണ് ആ റീപോർട്ട് അപ്പം തന്നെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് വെച്ചാൽ ഓൾറെഡി ഒരു സ്ട്രെയിൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് എത്തുന്നത്. നമ്മൾ നഴ്സറിയിൽ പോകുമ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കൾ കാണും, അത് മിക്കവാറും ആ ലോഡൊക്കെ ഇറക്കിയിട്ടുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഓൾറെഡി ഒരു സ്ട്രെയിൻ കഴിഞ്ഞിട്ടാണ് അവർക്ക് എത്തുന്നത്. അത് കഴിഞ്ഞൊരു സ്ട്രെയിൻ കഴിഞ്ഞിട്ടാണ് നമ്മളും വണ്ടിയിലാക്കി കൊണ്ടുവന്ന് നമ്മളെ വീട്ടിൽ വെച്ച് നടാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ടൈം കൊടുക്കണം. അതായത് ആ 2 ക്ലൈമറ്റ് തമ്മിൽ അതിനെ മാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചിലപ്പോൾ ഇലയൊക്കെ അങ്ങനെ കൊഴിഞ്ഞു പോകും, പക്ഷേ അതൊന്നും നമ്മൾ പേടിക്കേണ്ട. പൂക്കളൊക്കെ അങ്ങനെ നിലനിർത്താതെ നമ്മളതിനെ കട്ട് ചെയ്ത് മാറ്റുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് മതി റീപോർട്ടിംഗ് ഒക്കെ ചെയ്യേണ്ടത്. പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞപാട് നമ്മൾ വെക്കേണ്ടത് ഒരു സ്ഥലം എന്ന് വെച്ചാൽ ഷെയ്ഡുള്ളൊരു സ്ഥലത്തേക്ക് കുറച്ച് ദിവസം മാറ്റി വെക്കുക. അതേ 2-3 ദിവസം ഞാൻ പറഞ്ഞല്ലോ, എന്നിട്ടല്ലേ റീപോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ഷെയ്ഡുള്ള സ്ഥലത്ത് മാറ്റി വെച്ച് എന്നിട്ട് നമ്മൾ പുതിയൊരു പോട്ടി മിക്സ്ചറൊക്കെ തയ്യാറാക്കിയിട്ടാണ് നമ്മൾ പുതിയൊരു കണ്ടെയ്നറിലേക്ക് നമ്മളതിനെ മാറ്റി നടേണ്ടത് കേട്ടോ. അപ്പോൾ റീപോർട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റിൽ കൊണ്ട് വെക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ഈ പോട്ടിംഗ് മിക്സ്ചറൊക്കെ മാറ്റി അല്ലെങ്കിൽ അതിൻ്റെ അത് ഏതൊരു മീഡിയത്തിൽ നിന്നാണോ അതിന് പെട്ടെന്ന് വേറെ ഒരു മീഡിയത്തിലേക്ക് വരുമ്പം ഒരു ചെടിക്കൊരു ഷോക്ക് പോലെ വരും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഷെയ്ഡിൽ വെച്ചിട്ട് കുറച്ച് ദിവസം അതൊന്ന് അഡ്ജസ്റ്റ് ആയി ആ ഒരു ക്ലൈമറ്റ് ആയിട്ടൊക്കെ ഒന്ന് യോജിച്ച് വന്നതിന് ശേഷം മാത്രം ഡയറക്റ്റ് ആയിട്ടുള്ള അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിലേക്ക് വെക്കുക. എന്നാൽ ഈ സമ്മർ സീസണിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള വെയിൽ ആണെങ്കിൽ നമ്മൾ അതിനൊന്ന് മാറ്റി വെക്കണം, അല്ലെങ്കിൽ അതിനൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ അത് ഇതെന്നല്ല, ഏതൊരു ചെടിയായാലും നമ്മളത് ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ കൃത്യമായിട്ടുള്ള ഫെർട്ടിലൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് നന്നായിട്ട് ബ്ലൂംസും കിട്ടും. അതുപോലെ തന്നെ വലിയ റോസുകൾ നമുക്ക് കിട്ടും, നല്ല അത്യാവശ്യം വലുപ്പമുള്ള. ചിലപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കും നല്ല വലിയ റോസ് വയ്ക്കും, പിന്നെ ഗ്രാജുവലായിട്ട് അതിൻ്റെ വലുപ്പം കുറയാൻ മെയിൻ ആയിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. ഈ ഒരു ഫെർട്ടിലൈസേഷൻ്റെ കുറവ് കാരണമാണ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ഒരു വീഡിയോയിൽ റോസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ നാച്ചുറലായിട്ട് കിട്ടുന്ന ചാണകം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് കൊടുത്താലും മതി. അതായത് 10-15 ദിവസം കൂടുമ്പോൾ മണ്ണ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കത് കൊടുത്താലും മതി.
പിന്നെ മണ്ണിൻ്റെ ഒരു കാര്യം ഈ റോസിന് പറയുകയാണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ ഈ റോസാ ചെടികൾക്ക് നമ്മൾ മണ്ണ് പ്രിപ്പയർ ചെയ്യുമ്പം അത്യാവശ്യം നല്ല ന്യൂട്രിയൻസ് അതിൻ്റെ അകത്ത് വേണം. എന്നാൽ മാത്രമേ അത് നല്ല ഉഷാറായിട്ട് നല്ല സ്ട്രെങ്ത്തോട് കൂടി നിൽക്കുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അതിന് പെസ്റ്റുകൾ പലതരം ഫംഗസ് വന്നിട്ട് അറ്റാക്ക് ചെയ്യും. മഞ്ഞ കളർ കണ്ടില്ല ലീവ്സിലൊക്കെ മഞ്ഞ വരുന്നത് മെയിൻ കാരണം നമ്മൾ നന്നായിട്ട് അതിൻ്റെ സോയിൽ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്യാവശ്യം നല്ല ഡ്രെയിനേജ് ഉള്ള ഒരു മണ്ണായിരിക്കണം നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്യേണ്ടത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല വെയിൽ വേണം, വെയിൽ നന്നായിട്ട് വേണം. പക്ഷേ എന്നാൽ കൂടിയിട്ട് ആ ഒരു മണ്ണിൽ ഈർപ്പം നിലനിൽക്കുകയും വേണം. ഈ മഴക്കാലത്ത് വരുന്ന ഒരു പ്രശ്നമാണ് അടുത്ത ഏറ്റവും വലിയ പ്രശ്നം റോസുകളെ ബാധിക്കുന്നത്. നമ്മൾ ഷെയ്ഡിലേക്ക് വെക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നല്ല വെയിൽ കാണുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വെക്കും, അപ്പോഴത്തേക്ക് മഴ പെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ചെടിയിൽ നിന്ന് ഇങ്ങനെ പൂക്കൾ വന്നു കഴിഞ്ഞ് ഇങ്ങനെ വാടി തൂങ്ങി നിൽക്കും. അപ്പോൾ നമ്മളതിങ്ങനെ ലീവ് ഓഫ് ചെയ്യും. പ്രത്യേകിച്ചും ബിഗിനേഴ്സൊക്കെ അത് കുഴപ്പമില്ല, പൂവ് അതങ്ങനെ ഇതായിപ്പോട്ടെ. പക്ഷെ അങ്ങനെയല്ല, അത് നമ്മൾ എന്തായാലും കട്ട് ചെയ്ത് ഒഴിവാക്കണം. കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ എനർജി മുഴുവൻ ആ ഒരു ബ്രാഞ്ചിലേക്ക് മാത്രമായിട്ട് മാറും. അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്യാത്ത പക്ഷം പുതിയ ബ്രാഞ്ചസ് വരികയില്ല. അപ്പോൾ അത് നമ്മൾ എന്തായാലും ഒരു സ്ലാൻറ്റിംഗ് ആയിട്ട് ഒരു 45 ഡിഗ്രി സ്ലാൻറ്റിംഗ് ആയിട്ട് നമ്മൾ അത് കട്ട് ചെയ്ത് മാറ്റുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് സോഫ്റ്റ് പ്രൂണിംഗ് ആണ്. അത് നമ്മൾ ഓൾറെഡി പ്രൂണിങ്ങിനെ പറ്റിയിട്ട് ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ സ്റ്റെമ്മിൻ്റെ ടിപ്പിൻ്റെ മേലെ ഇങ്ങനെ ബ്രൗണിങ് വരിക. അത് എപ്പോഴും നമ്മൾ കോമൺ ആയിട്ട് ഈ റോസിൽ എപ്പോഴും കാണും. അല്ലെങ്കിൽ മെയിൻ ബ്രാഞ്ചിൻ്റെ മേലെ ഇങ്ങനെ ഫുള്ളായിട്ട് ബ്രൗണിങ് വരിക. അപ്പോൾ നമ്മളത് തീരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ ചെടി മുഴുവൻ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതിന് മെയിനായിട്ടുള്ള റീസൺ ഒന്നെങ്കിൽ ചിലപ്പം വെള്ളം കൂടിയിട്ട്, അല്ലെങ്കിൽ വെള്ളം കണ്ടില്ല, വെള്ളം അങ്ങനെ കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഡ്രെയിനേജ് ആയിട്ട് പോയിട്ടില്ല, അല്ലെങ്കിൽ ഫംഗസ് എന്തെങ്കിലും റോസിന് കാര്യമായിട്ട് പിടിപെട്ടിട്ടുണ്ട്. അതാണ് മെയിനായിട്ട് ഈ ഒരു ബ്രൗണിങ് അല്ലെങ്കിൽ ബ്ലാക്ക്നിങ് വരാൻ മെയിനായിട്ടുള്ള കാര്യം. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ആ ഒരു ചെറിയ ബ്രാഞ്ച് ആയാലും കട്ട് ചെയ്ത് ഒഴിവാക്കുക. പിന്നെ അതിന് വേറെ റീസൺസ് കൊണ്ട് ചിലപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കുമ്പോഴൊക്കെ ചിലപ്പം ആ ബഡ്ഡ് ഏരിയ ചിലപ്പോൾ ഇളക്കം കുടുങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയും പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. പിന്നെ ആ ചെടിക്ക് തീരെ ന്യൂട്രിയൻസ് ഇല്ലെങ്കിൽ അതും വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ അങ്ങനെ നല്ല ചെടികളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ സൈഡിൽ കൂടെ വേറൊരു എക്സ്ട്രാ കമ്പ് അതിൻ്റെ താഴത്തെ സ്റ്റെമ്മിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം നമ്മളത് കണ്ടില്ലേ, അത് നമ്മൾ എന്തായാലും കട്ട് ചെയ്ത് ഒഴിവാക്കണം. അത് ഓൾറെഡി ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അത് എല്ലാവരും വിചാരിക്കും അത് നല്ല ഒരു ചെടിയാണ്, അതിന് നമുക്ക് റോസുകൾ കിട്ടുന്നത്. പക്ഷേ അത് മണ്ടത്തരാണ് കേട്ടോ, അങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എന്തായാലും കട്ട് ചെയ്ത് ഒഴിവാക്കുക. പിന്നെ ഒരുപാട് പേര് ചോദിച്ചൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇലകൾ കൊഴിഞ്ഞു പോകുന്നു, അങ്ങനെയുള്ള മെയിൻ പ്രോബ്ലം. അത് എല്ലാ പ്രാവശ്യവും ഉണ്ടാകും കേട്ടോ അങ്ങനെ ഒരു പ്രശ്നം ചെടിക്ക്. അത് കുഴപ്പമൊന്നുമില്ല. അത് നമ്മളൊന്ന് ജസ്റ്റ് സോഫ്റ്റ് പ്രൂണിങ് ഒക്കെ ചെയ്ത്, അതായത് വന്ന പൂക്കളിൽ ഉള്ള കൊമ്പുകളൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്ത് അങ്ങനെയൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നാലും ഇലകൾ കൊഴിഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. പുതിയ തളിരുകൾ വരാനുള്ളൊരു ഇതൊക്കെയാണിത്. ഇടയ്ക്കൊരു സ്ട്രെയിനൊക്കെ വന്നാലും കുഴപ്പമില്ല. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ട്രിം ചെയ്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെയും അത്യാവശ്യം നല്ല ഇലകളൊക്കെ വന്ന് നല്ല ഉഷാറായിട്ട് നിന്നോളും. പ്രത്യേകിച്ച് ഈ ബഡ്ഡ് റോസസുകളാണ് നമ്മൾ കൂടുതലായിട്ടൊന്ന് ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള പോട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് വാച്ചിങ് മൈ ചാനൽ. ബൈ ആൻഡ് ടേക്ക് കെയർ.